നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. സ്വർണത്തിൻ്റെ വില കുത്തനെ ഇടിയാൻ പോവുകയാണ്. അതിൻ്റെ കാരണം ഞങ്ങൾ പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണത്തിൻ്റെ, അതായത് 22 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില 4190-നും 4379-നും ഇടയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് ഒരു താഴ്ച വന്നിരിക്കുകയാണ്. $4015 വില വ്യത്യാസം വന്നിരിക്കുകയാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബാങ്കുകളോ അല്ലെങ്കിൽ വലിയ നിക്ഷേപകരോ പെട്ടെന്ന് സ്വർണം വിറ്റഴിച്ചാവാനുള്ള ഉള്ള സാധ്യതയാണ് ഏതാണ്ട് 100% കാണുന്നത്. അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും സ്വർണത്തിന് ഇന്ന് കേരളത്തിൽ വില ഇടിയാൻ പോവുകയാണ്. ഏകദേശം 12,000 ഇന്നലത്തെ വില ഗ്രാമിന് 12,170 ആയിരുന്നു. അത് ഏകദേശം ഏറ്റവും കുറഞ്ഞത് 12,000 ആയിട്ടെങ്കിലും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് സ്വർണ്ണവില ഇടിയാൻ തന്നെയാണ് സാധ്യത. പിന്നെ മറ്റ് ഡേറ്റകളൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. സാധാരണഗതിയിലുള്ള കയറ്റിറക്കങ്ങൾ എല്ലാ കാര്യങ്ങളും, അതായത് ഡോളറിനും പിന്നെ ഡോളർ ഇൻഡെക്സിനും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലും ഒക്കെ തന്നെ ഇന്നലെ വന്ന വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളൊന്നും ഇന്നില്ല. പിന്നെ ഈ മാർക്കറ്റൊക്കെ ഷെയർ മാർക്കറ്റൊക്കെ ഇന്ന് അവധിയാണ്. ഓക്കെ, ശനിയാഴ്ച ആയതുകൊണ്ട് എന്തായാലും സ്വർണത്തിന് വില ഇടിയാൻ തന്നെയാണ് സാധ്യത. കാരണം ഇന്നലെ ഏറ്റവും റെക്കോർഡ് വിലയായ, അതായത് 12,170 രൂപയായിരുന്നു ഇന്നലെ കേരളത്തിലെ സ്വർണത്തിൻ്റെ 22 ക്യാരറ്റിൻ്റെ വില. അത് ഡെഫിനറ്റായിട്ടും ഇന്ന് 12,000 രൂപയായിട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഗ്രാമിന് വില ഇടിയാനുള്ള സാധ്യതയാണ്. അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഏകദേശം $200 ഒറ്റയടിക്ക് താന്നിരിക്കുകയാണ്. അത് ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത്. എന്തായാലും സ്വർണത്തിൻ്റെ വില കൂടും, ഭാവിയിൽ കൂടും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് ഇന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു ഇടിവ് പ്രതീക്ഷിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി ഒരു പവന് 1,500 എറൗണ്ട് വില ഇടിയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഈ പ്രഡിക്ഷൻ ഏതാണ്ട് 100% തന്നെ നടക്കാൻ സാധ്യതയാണ് ഉള്ളത്. എന്തായാലും സ്വർണത്തിന് ഇന്ന് വില കേരളത്തിൽ ഇടിയും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.